ഈ സെക്ഷനിൽ തന്നെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ആവറേജ് വാല്യൂ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ആവറേജ് വാല്യൂ, നമുക്ക് ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിത്മെറ്റിക് മീൻ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. ഒരു ഡാറ്റയുടെ അരിത്മെറ്റിക് മീൻ കാണാൻ നമ്മൾ എല്ലാ ഡാറ്റയും ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആവറേജ് എങ്ങനെ കാണും? അപ്പോൾ ഉദാഹരണമായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0 മുതൽ 2 വരെയുള്ള ഫംഗ്ഷന്റെ എക്സിന്റെ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എങ്ങനെ നമ്മൾ അതിന്റെ സ്ക്വയേഴ്സ് കാണും? അല്ലെങ്കിൽ അതിന്റെ സ്ക്വയേഴ്സ് ആണ് നമ്മളുടെ ഫംഗ്ഷന്റെ വാല്യൂ 0 മുതൽ 2 വരെ. അപ്പൊ ശരിക്കും 0 മുതൽ 4 വരെയുള്ള മുഴുവൻ നമ്പേഴ്സും വരും. അതിന്റെ ആവറേജ് എങ്ങനെ കാണും? അതിന്റെ ആവറേജ് ഒരു മിനിറ്റ്. f of x equal to x square, x belongs to closed interval 0 f of x equal to x square, x belongs to closed interval 0 ഈ ഫംഗ്ഷന്റെ ആവറേജ് കാണണം. അപ്പോൾ ശരിക്കും നമുക്കറിയാം 0 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ് സ്ക്വയർ ചെയ്താൽ 0 മുതൽ 4 വരെയുള്ള മുഴുവൻ നമ്പേഴ്സും കിട്ടും. കാരണം 0 സ്ക്വയർ ചെയ്താൽ 0 സ്ക്വയർ ഇടും, 0.1 സ്ക്വയർ ചെയ്താൽ 0.01 കിട്ടും, 0.01 സ്ക്വയർ ചെയ്താൽ 0.001 കിട്ടും. അങ്ങനെ മുഴുവൻ നമ്പേഴ്സും ഉണ്ടാകുമ്പോൾ ഇത് സ്ക്വയർ ചെയ്താൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യും? ക്ലോസ്ഡ് ഇന്റർവൽ 0-1 മുഴുവൻ നമ്പേഴ്സും കിട്ടും. റൈറ്റ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇതിന്റെ ആവറേജ് കാണുക എന്നുള്ള ഒരു സംശയം നമുക്ക് വരും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ആവറേജ് കാണാന് ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ ക്ലോസ്ഡ് എ ബി ഈസ് ഡിഫൈൻഡ് ആസ് 1/b minus a into integral a to b f of x dx. a മുതൽ b വരെ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക, b മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കുക. ഇതാണ് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് എന്ന് വിചാരിക്കുക, ഇതാണ് എ എന്ന് വിചാരിക്കുക, ഇതാണ് ബി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഏരിയയാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനെ ഈ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ ദ എക്സ് ആക്സിസ്. അപ്പൊ ഇതിനാണ് ആവറേജ് വാല്യൂ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നോ? സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പേജ് എടുക്കാണ്. യെസ്. അപ്പോ find the average value of f of x equal to x square on closed interval 0 The average value of f of x on AB is denoted by f of x ഇങ്ങനെ താഴെ എ ബി, മുകളിൽ ഇങ്ങനെയാണ് പറയാം. എഫ് ഓഫ് എക്സിന്റെ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ ആവറേജ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക.
ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ എ ബി. നമ്മൾ എക്സ് ബാർ എന്ന് പറയില്ലേ, എക്സ് ബാർ എന്ന് പറയില്ലേ, അതേപോലെ എഫ് ഓഫ് എക്സ് താഴെ ക്ലോസ്ഡ് എ ബി മുകളിൽ ബാർ, ഇങ്ങനെയാണ് ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഓൺ എ ബി നൊട്ടേഷൻസ് ആണ്. ദിസ് ഈക്വൽ ടു 1 by b മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ ദിസ് ഈക്വൽ ടു 1 by 2 മൈനസ് 0 ഇൻറ്റു integral 0 to 2 x square dx. That is 1 by 2 into x cube by 3 0 to, that is answer it, that is 1 by 2 into 8 by 3, that is 4 by 3 is the average value of f of x on closed A. Next question, find the average value of root of 1 minus x square on closed interval minus 1 plus 1. Root of 1 minus x square ന്റെ closed interval minus 1 1 ലുള്ള average value ആണ് കാണേണ്ടത്. is equal to 1 by 1 minus minus 1 into integral minus 1 to 1 root of 1 minus x square dx. root of 1 minus x square ന്റെ integral എന്താണ്? root of 1 minus x square integrate ചെയ്യാൻ നമ്മൾ root of 1 minus x square integrate ചെയ്യാൻ നിങ്ങൾ ലിമിറ്റ് എന്താ പറയുക ഡൊമൈൻ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ root of 1 minus x square integrate ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കാരണം നമുക്കറിയാം x square plus y square equal to 1 is the circle with the center at origin and radius 1. നമുക്ക് ഈ സർക്കിളാണ് സെന്റർ ഒറിജിനിലുള്ള റേഡിയസ് 1 ആയിട്ടുള്ള ഈ സർക്കിളാണ് ശരിക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് കിട്ടുക വൈ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പൊ ശരിക്ക് വൈ ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറും ചേർന്നതാണ് ഒരു സർക്കിള്. അതായത് സർക്കിളിന്റെ അപ്പർ ഹാഫ് ആണ്, സർക്കിളിന്റെ അപ്പർ ഹാഫ് ആണ് y ഈക്വൽ ടു പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതേപോലെ ലോവർ ഹാഫ് ആണ്, സർക്കിളിന്റെ ലോവർ ഹാഫ് ആണ് മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ശരിക്ക് ഇന്റഗ്രൽ -1 ടു +1 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഗ്രാഫിക്കലി എന്താണ്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഇന്റഗ്രൽ -1 ടു 1 റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് -1 മുതൽ +1 വരെ ഈ ഗ്രാഫിന്റെയും എക്സ് ആക്സിന്റെയും ഇടയിലുള്ള ഏരിയയാണ്. -1നും +1നും ഇടയിൽ ഗ്രാഫിന്റെയും എക്സ് ആക്സിന്റെയും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ് ഇത്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണിത്. ഇതിന്റെയും എക്സ് ആക്സിന്റെയും ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സെമി സർക്കിളിന്റെ ഏരിയയാണ് വരിക. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സെമി സർക്കിൾ? ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ. പൈ ഇൻറ്റു റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്താണ്?
പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1 റേഡിയസ് ആണ്. പൈ ഇൻറ്റു 1 സ്ക്വയർ ആയിരിക്കും ഈ സർക്കിളിൻ്റെ റേഡിയസ്. പക്ഷെ ഇതിൻ്റെ ഹാഫ് ആകുമ്പോൾ പൈ ഇൻറ്റു 1 സ്ക്വയർ ബൈ 2 എന്നാണ് ഇത് വരിക. സോ ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പൈ ഇൻറ്റു 1 സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 ആയിരിക്കും ആവറേജ് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ. മനസ്സിലായോ? അത് നിങ്ങൾ ഡൊമൈൻ കാണുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഫംഗ്ഷന്റെ √1 - ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. x² + y² = 1 is not a function. കാരണം ഇത് ദിസ് ഫംഗ്ഷൻ ദിസ് x² + y² = 1 is a circle and it fails vertical line test. ഈ ഗ്രാഫിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ഗ്രാഫിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചാൽ വെർട്ടിക്കൽ ലൈൻ ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് നോട്ട് എ ഫംഗ്ഷൻ, ബട്ട് വി ക്യാൻ മേക്ക് ദിസ് ആസ് the combination of two functions. One function is y equal to plus √1 minus x² and other function is y equal to minus √1 minus x². ഇത് ഓരോന്നും സെപ്പറേറ്റ് ഫംഗ്ഷൻ ആണ്. plus √1 minus x² y equal to plus √1 minus x² is the upper half of the circle x² plus y² equal to 1 and y equal to minus √1 minus x² is the lower half of the circle. So to evaluate this integral, we can use the idea of area. √1 minus x², the graph lies entirely above the x-axis, and the area from -1 to 1, ഈ ഗ്രാഫിൻ്റെയും x-axisന്റെ ഇടയിൽ -1 മുതൽ +1 വരെയുള്ള കംപ്ലീറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഏരിയയാണ്. അങ്ങനെ നമുക്ക് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. Okay. ഒരൊറ്റ പ്രോബ്ലം കൂടിയും. ഫൈൻഡ് x² sin x³ sin of x³ closed interval 0 pi bar. That is, we have to find the area. We have to find the area, average value of x² sin x³ on the interval 0 pi. That is 1/pi minus 0 integral 0 to pi x² sin of x³ dx. എങ്ങനെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക? This integral can be evaluated using the substitution. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രൽ കാണുന്നത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ഈ x³ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ x³ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ put x³ equal to some u, then 3x² equal to du by dx, or du equal to 3x² dx. That is x² dx equal to du by 3. Now, what is integral x² sin x³? Integral x² sin of x³ dx is equal to integral sin of u du by 3. That is equal to 1/3 into sin u integral minus cos u. That is minus 1/3 cos cos u എന്താണ് x³ minus 1/3 cos x³. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 0 to pi ഇത് കാണണമെങ്കിൽ നമ്മൾ ഇന്റഗ്രൽ മാത്രം ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക.
ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബ്രാക്കറ്റിലുള്ളതിന് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എക്സ് ക്യൂബിന് യു കൊടുത്താല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സ് ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 3x സ്ക്വയർ. 3x സ്ക്വയർ ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. അതിൽ നിന്ന് ഡി യു എന്ത് കിട്ടും? 3x സ്ക്വയർ ഡി എക്സ്. നമുക്ക് ഡി യു അല്ല ആവശ്യം, നമുക്ക് എന്താ പറയാ, നമുക്ക് ഇവിടെ ഈ ഇതിലുള്ള ടേമുകൾ നോക്കാം. നമുക്ക് ഇന്റഗ്രലില് എക്സ് സ്ക്വയർ ഡി എക്സ് ഉണ്ട്. ഈ എക്സ് സ്ക്വയർ ഡി എക്സിനെ നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ ഡി എക്സ് എക്സ് സ്ക്വയർ ഡി എക്സിന് എന്ത് ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. എക്സ് സ്ക്വയർ ഡി എക്സിന് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സിന് നമുക്ക് എന്താ എഴുതാം? ഡി യു ബൈ 3 എന്ന് എഴുതാം. ഡി യു ബൈ 3 എന്ന് എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ ഡി എക്സിന് ഡി യു ബൈ 3 എന്ന് എഴുതാം. സൈൻ ഓഫ് എക്സ് ക്യൂബിന് യു എന്ന് കൊടുക്കാം. റൈറ്റ്? സൈൻ യു ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് യു, ദാറ്റ് ഈസ് -1/3 ഇൻറ്റു കോസ് എക്സ് ക്യൂബ് എന്നിട്ടും ഇതിന്റെ ഇന്റഗ്രല്. പക്ഷെ ഇന്റഗ്രല് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടിയ? -1/3 കോസ് എക്സ് ക്യൂബ്, കോസ് ഓഫ് എക്സ് ക്യൂബ്. The evaluation is from 0 to pi, that is 1/π into -1/3π എന്ന് വേണമെങ്കിൽ പുറത്തെടുക്കാം. ആരാണ് വരയുന്നത്? കോസ് പൈ ക്യൂബ് മൈനസ് കോസ് 0. കോസ് 0 is 1. കോസ് 0 is 1. That is -1/3π into കോസ് പൈ ക്യൂബ് എത്ര നമുക്ക് അറിയില്ല. കോസ് പൈ ഹോൾ ക്യൂബ് എന്നല്ല, കോസ് പൈ ക്യൂബ് -1. This is the answer. This is the average value. വേണമെങ്കിൽ ഈ മൈനസ് അകത്തേക്ക് എടുത്തിട്ട് 1/3π ഇൻറ്റു 1 മൈനസ് കോസ് പൈ ക്യൂബ് എന്ന് എഴുതാമെന്നേ ഉള്ളൂ. ബാക്കി കോസ് പൈ ക്യൂബിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആവറേജ് വാല്യൂ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. പക്ഷെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം എല്ലാ ഫംഗ്ഷനും ആവറേജ് വാല്യൂ ഉണ്ടാവുമോ എന്നുള്ളതാണ്. എല്ലാ ഫംഗ്ഷന്റെ ആവറേജ് വാല്യൂ എല്ലാ ഫംഗ്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. പക്ഷേ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ആവറേജ് വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ ആയി മാറുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ 0 മുതൽ 2 വരെയുള്ള ആവറേജ് വാല്യൂ 4/3 ആണ്. അപ്പൊ നമ്മളുടെ ചോദ്യം ഇതാണ്, എഫ് ഓഫ് സം എക്സ് നോട്ട് ഈക്വൽ ടു 4/3 ആവുന്ന ഒരു എക്സ് നോട്ട് ഉണ്ടാവോ? അതായത് ഒരു ഫംഗ്ഷൻ എപ്പോഴെങ്കിലും അതിന്റെ ആവറേജ് വാല്യൂ സ്വീകരിക്കുമോ? ആവറേജ് വാല്യൂ ഫംഗ്ഷന്റെ ഒരു വാല്യൂ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. റിയാനയാണ് വരക്കണ ആളല്ലേ. അപ്പൊ ആവറേജ് വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം യെസ് ആണ്, ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ്. അപ്പൊ ഇഫ് ദാറ്റ് ഈസ് കോൾഡ് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. അപ്പൊ മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ് എന്താണെന്ന് നോക്കാം. ഇതാണ്, ഇഫ് f is continuous on closed AB, if f is continuous on closed AB, then there exists x naught belongs to open AB such that open AB എന്ന് പറയാൻ പറ്റുമോ? x naught belongs to open AB such that f of x naught equal to 1/b minus a into integral a to b f of x dx. അതായത് എഫ് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എക്കും ബിക്കും ഇടയിൽ എക്സ് നോട്ട് എന്നുള്ള ഒരു പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ അതിന്റെ ആവറേജ് വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ദ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. എക്സാമിന് ചോദിക്കും
വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ഏകദേശം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. സ്റ്റേറ്റ്മെന്റ് എത്ര ഉള്ളൂ? ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി then at some point x naught belongs to ab, അല്ലെങ്കിൽ if f is continuous on closed ab then there exists x naught belongs to open ab such that f of x naught equal to 1 by b minus a into integral a to b f of x dx. എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് f of x equal to x square, x belongs to closed interval 0 to average value of x square on 0 to ഈക്വൽ ടു 4/3 നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം നമ്മളോട് നമുക്കറിയേണ്ടത് എന്താ പറയാ, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 4/3 ആണോ എന്നുള്ളതാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് സ്ക്വയർ ആണ്. എക്സ് നോട്ട് സ്ക്വയർ ഈക്വൽ ടു 4/3, ദാറ്റ് ഈസ് എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2/√3. 2/√3. നമുക്കറിയാം നമ്മളുടെ ഇന്റർവെൽ എന്താണ്? 0 to 2 ആണ്. ഇതിന്റെ ഇടയിലുള്ള നമ്പർ ആണ് 2/√3. 2/√3 ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? യെസ്, ദാറ്റ് ഈസ് എക്സ് നോട്ട് ഈക്വൽ ടു 2/√3 belongs to ഓപ്പൺ ഇന്റർവെൽ 0 to. നമ്മൾ സാധാരണ മീൻ വാല്യൂ തിയറത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 4/3 ആവുന്ന എക്സ് നോട്ട് നമുക്ക് കാണാൻ കഴിയും.